ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവി കൂടുതലുള്ള നന്നായിട്ട് എരിവുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. ഇതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പൊടികളെല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ 2 ഉണക്കമുളക് മുറിച്ചിട്ട് അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഞാൻ 1/2 കപ്പ് വീതം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടും ചതച്ച് വെച്ചത് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് തേങ്ങാക്കൊത്ത് അതുകൂടെ അതിലേക്കിടണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, അപ്പോൾ ഞാനൊരു 1/2 കിലോ സവാള 200 ഗ്രാം ചുമന്നുള്ളി കൊച്ചുള്ളി ചെറിയ ഉള്ളി ആണ് എടുത്തിട്ടുള്ളത്. ഒരു 4 പച്ചമുളകും ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയിൽ വഴറ്റി യോജിപ്പിച്ച് എടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക് ഇടണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ലേശം കുറച്ച് ഉപ്പ് കൂടെ ഈ സവാളയിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ച് അടച്ച് വെക്കണം. അതിന് ശേഷം ഞാനൊരു 3/4 കപ്പോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഗരം മസാല എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ, പെരിഞ്ജീരക പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ. ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടപ്പ് തുറന്ന് ഇതൊന്നുകൂടെ വഴറ്റി നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കിന് ആദ്യം നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 1/2 കപ്പ് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയാണ് മല്ലിപ്പൊടിയെക്കാട്ടി കൂടുതൽ ചേർക്കുന്നത്. മല്ലിപ്പൊടി കൂടുതൽ ചേർത്താൽ ഒരു മധുരം വരും, അതുകൊണ്ടാണ് മുളക് പൊടി കൂടുതൽ ചേർക്കുന്നത്. അതിനുശേഷം നല്ല 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ വഴണ്ട ഇതിലേക്ക് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി അതും കൂടെ അതിലോട്ട് ഇട്ട് യോജിപ്പിക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ഇടാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ പൊടികൾ പെട്ടെന്ന് മൂത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം നല്ല 2 ടീസ്പൂൺ ചിക്കൻ മസാല അതുകൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ചിക്കൻ മസാലയും ഇട്ട് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് പെരിഞ്ജീരകപ്പൊടിയാണ് ഇട്ടത്. പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ മുളക് പൊടി നല്ല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഈ കൂട്ടിലേക്ക് ഇട്ട് അതും ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്കിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, നേരത്തെ നമ്മൾ സവാള ഒക്കെ വഴറ്റിയ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് പോരാ, ഇറച്ചിയിലും കൂടെ പിടിക്കത്തക്ക രീതിയിൽ ബാക്കി ഉപ്പ് വേണം. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഒരു 2 കപ്പ് കൂടുതൽ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ആ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടപ്പ് വെച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. ഇപ്പോൾ ചിക്കന് നമ്മൾ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അടുപ്പിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. റെഡി ആകാറാവുമ്പോൾ കുറച്ച് കറിവേപ്പില, ആദ്യം കറിവേപ്പില നമ്മൾ ഇട്ടതാണ്, എന്നാലും കുറച്ച് കറിവേപ്പില കൂടെ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് നമ്മൾ ഇടണം. കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട്
എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയുള്ള നല്ല എരിവുള്ള ചിക്കൻ കറി റെഡി.